ഹായ്, ഇന്ന് ഞാനൊരു ദോശ റെസിപ്പി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോവുകയാണ്. കടലമാവ് ദോശ വളരെ സിമ്പിളും ഹെൽത്തിയുമായിട്ടുള്ളൊരു ദോശയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി 2 കപ്പ് കടലമാവാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് സോൾട്ട്. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി കുറേശ്ശെ വെള്ളമൊഴിച്ച് സാധാരണ അരി ദോശയുടെ കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയെടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത്. ലംസൊന്നും വരാതെ കുറേശ്ശെ വെള്ളമൊഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് ശരിക്കുള്ള കൺസിസ്റ്റൻസി. ഇതിൽ കുറച്ച് ലംസൊക്കെ ഉണ്ട്. അത് മാറ്റാനായിട്ട് ഇതുപോലൊരു വിസ്ക് എടുത്ത് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ലംസും മാറിക്കിട്ടും. നല്ല സോഫ്റ്റായി വരികയും ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ശരിക്കുമുള്ള കൺസിസ്റ്റൻസി. നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മല്ലിയില ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടി മല്ലിയില കുറച്ചെടുക്കാം. അതിൻ്റെ കൂടെ 2 സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട്. ഒരു 4 പീസ് വെളുത്തുള്ളി അല്ലിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെജിറ്റബിൾസ് ആണ് വേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ക്യാരറ്റ്, മല്ലിയില, ടൊമാറ്റോ, ക്യാപ്സിക്കം, കോൺ, ഒരു പച്ചമുളക്, കുറച്ച് സവാളയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ഇടുന്നതിനെക്കാട്ടി മിക്സ് ചെയ്തിടുന്നതാണ് നല്ലത്. ഫില്ലിങ്ങിന് വേണ്ടിയാണ് മിക്സ് ചെയ്യുന്നത്. ഇനി ബാറ്റർ നോക്കാം. ശകലം ഞാൻ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇതാണ് നല്ല കൺസിസ്റ്റൻസി. ലംസമുള്ള ദോശ തവ ചൂടായിട്ടുണ്ട്. അത് നമുക്ക് ശകലം ഓയിലോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഓയിലായാലും കുഴപ്പമില്ല. ഹീറ്റ് ബാലൻസ് ആവാൻ വേണ്ടി കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ ആവശ്യത്തിന് മാവ് ഒഴിച്ച് നല്ലവണ്ണം പരത്തിയെടുക്കണം. എത്ര വലിപ്പത്തിലാണ് വേണ്ടത് അതനുസരിച്ച് പരത്തിയെടുക്കാവുന്നത്. കട്ടി കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. നൈസായിട്ട് പരത്തിയെടുക്കാം. അതിനുശേഷം നല്ല ബ്രൗൺ കളറായി വരുന്നതിന് വേണ്ടി, ക്രിസ്പിയായി വരുന്നതിന് വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 4 ചുറ്റും നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 1 സ്പൂണ് ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട്. നല്ലവണ്ണം അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് അനുസരിച്ച് ഒഴിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗ്രീൻ ചട്നി, മല്ലിയില ചട്നി, അത് 1 സ്പൂൺ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നല്ല ടേസ്റ്റ് കിട്ടും. നമുക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. കുറച്ചാണെങ്കിൽ കുറച്ച് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചീസാണ്. നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ നല്ല ടേസ്റ്റ് കിട്ടും.
അതിനുശേഷം കുറച്ചുകൂടി നെയ്യ് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദോശ തയ്യാറായിട്ടുണ്ട്. നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്, ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫോൾഡ് ചെയ്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ക്രിസ്പിയും ഹെൽത്തിയുമായിട്ടുള്ള ദോശ തയ്യാറായിട്ടുണ്ട്. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ബേസൻ ദോശ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കോക്കനട്ട് ചട്നിയുടെ കൂടെയോ മല്ലിയില ചട്നിയുടെ കൂടെയോ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ.